ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മാമീസ് മമ്മ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പം എൻ്റെയും മാമിക്കുട്ടീൻ്റെയും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങളിത് കാണാൻ പോകുന്നത്. എൻ്റെ നിഴലായിട്ട് മാമിക്കുട്ടി കൂടുതലുള്ളതുകൊണ്ട് എൻ്റെയും മാമിക്കുട്ടീൻ്റെയും തന്നെ എടുത്ത് പറയണം കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം. എന്തായാലും രാവിലെ എണീറ്റു, ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു, ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. അതിനുശേഷം കുറച്ച് വെള്ളം കുടിക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ രാവിലെ തന്നെ എണീറ്റാൽ. സാധാരണ ഞാൻ അവിടെ ആവുന്ന സമയത്തൊക്കെ കുറച്ച് ചിയാ സീഡൊക്കെ ഇട്ട് വെള്ളം കുടിക്കാറുണ്ട്. ഇവിടെ പിന്നെ ചിയാ സീഡൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയതിന് ശേഷം മെല്ലെ മാമിക്കുട്ടിയും കൊണ്ട് താഴേക്ക് ഇറങ്ങി. എന്തുകൊണ്ടാണ് രാവിലെ തന്നെ പല്ലൊന്നും തേക്കാണ്ട് താഴേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമിക്കുട്ടിക്ക് രാവിലെ എണീറ്റ ഉടനെ അമ്മച്ചനെയും അമ്മമ്മേനെയും മുത്തശ്ശിനെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവളെയും പിടിച്ച് താഴേക്ക് വന്നപ്പോൾ അച്ഛനിരുന്നിട്ട് മാമിക്കുട്ടിക്ക് വാങ്ങി വെച്ച കഥാപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്യുക. പിന്നെ മാമിക്കുട്ടിക്ക് പുതിയതായിട്ട് വാങ്ങിച്ച ചെരുപ്പിട്ടെന്ന് പറഞ്ഞിട്ട് ആ ചെരുപ്പിട്ട് നടക്കുകയായിരുന്നു മാമിക്കുട്ടി. അത് കഴിഞ്ഞപ്പോൾ അച്ഛനടുത്ത് പറിച്ച് വാങ്ങിയിട്ടോ, അതാ ബുക്ക് വാങ്ങിയിട്ട് എൻ്റെ ബുക്കാണെന്ന് പറഞ്ഞിട്ട് ഇതാ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കാനൊന്നും അറിയില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. പിന്നെ അമ്മച്ചൻ എനിക്ക് പറഞ്ഞു തരുമോ ഇതിൽ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനോട് തന്നെ പറഞ്ഞു തരാൻ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനതിലെ പിക്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലത്തെ കൂട്ടാണ് കേട്ടോ. അച്ഛനും മാമിക്കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് തന്നെയാണ്. അവർ രണ്ടുപേരും ഭയങ്കര ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അവളുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ. പിന്നെ അച്ഛൻ ഞങ്ങൾ വന്നപ്പോഴേ ഒരു ചെറിയ ഫിഷ് ടാങ്ക് വാങ്ങിയിട്ട് ഒരു 2-3 മീനുകളെയൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാമിക്കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ പ്രത്യേകിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാമിക്കുട്ടിക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരാഗ്രഹം, അതിന് ഫുഡ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ അവളുടെ എല്ലാ വാശിക്കും കൂടെ നിൽക്കും കേട്ടോ. ഫിഷിന്റെ മരുന്ന്, ഫിഷിന്റെ ഫുഡ്. കൈ നോക്കണം. ഇട്ടോ. ഫിഷ് ഫുഡ് ഇടാണ്. ഫിഷ് ഫുഡാണ്. ഫുഡാണ് കേട്ടോ. 2 3 4 മതി. ഫിഷ് ചത്തു പോട്ടോ. കൊറേ ഇട്ട് കഴിഞ്ഞാൽ ഫിഷ് ചത്തു പോട്ടോ. വാവേ water. Don't touch aquarium. Don't touch aquarium. പശുവാണ്. പശു തമ്മില അത് പശു തമ്മിലാണ്. അപ്പൊ അവരുടെ കളിയൊക്കെ തകൃതിയെ നടക്കുന്നുണ്ട്. അപ്പൊ അമ്മമ്മ റെഡി ആവുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാ പോവാൻ വേണ്ടിട്ട്. എവിടെ പോവാ? അമ്പലത്തില്. അപ്പതേ മാമിക്കുട്ടി മുത്തശ്ശിനെയും തപ്പിയിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഉമ്മർത്തുനിന്ന് കുറേ നേരം അച്ഛനോട് കളിച്ചതിന് ശേഷം. അപ്പം മുത്തശ്ശി റെഡി ആവണത് കണ്ടപ്പോൾ മാമിക്കുട്ടിക്കും വരണം എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മേ മുത്തശ്ശി ഞാനും ഉണ്ട് കൂടെ എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പോയാൽ പിന്നെ അമ്മമ്മ വൈകിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മമ്മ അതാ റെഡി ആവുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ. അപ്പോൾ അമ്മമ്മയാണെങ്കിൽ ഒരു ടവലിൽ ഇങ്ങനെ പൈസയൊക്കെ കെട്ടി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ വാമിക്കുട്ടിക്കാണെങ്കിൽ ആ ടവല് കയ്യിൽ കിട്ടി. പിന്നെ പറയണ്ടല്ലോ, അത് തുറക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു കേട്ടോ വാമിക്കുട്ടി. പിന്നെ അതൊക്കെ തുറന്ന് കോയിൻസൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് മുത്തശ്ശിക്ക് തന്നെ കൊണ്ട് കൊടുക്കും മോളെ, മുത്തശ്ശിക്ക് വേറെ കാശില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് അത് ആ കിച്ചണിൽ പോയിട്ട് മുത്തശ്ശീൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു കേട്ടോ. പാവം എന്താണെന്നറിയില്ല, ഇന്ന് നല്ല സ്വഭാവത്തിലായിരുന്നു, പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ക്യാഷൊക്കെ കൊടുത്തു.
അതിന് ശേഷം ഇതാ അമ്മമ്മ പ്രാർത്ഥിക്കുക കേട്ടോ, ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണേ. അപ്പം ഞാനാണെങ്കിൽ ഇനിയിപ്പം പല്ലൊക്കെ തേക്കണം, കുളിക്കണം, ആ ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മുകളിലേക്ക് കയറി കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് അമ്മമ്മേനോട് ഇങ്ങനെ ബായി ഒക്കെ പറയാൻ പറയുന്നുണ്ട് കേട്ടോ മാമിക്കുട്ടീനോട്. ഇനിയിപ്പോൾ വൈകുന്നേരമായിട്ടല്ലേ കാണുള്ളൂ അമ്മമ്മേനെ. അമ്മമ്മയ്ക്ക് അങ്ങനെയായിട്ട് രാവിലെ പോയാൽ അമ്മമ്മയ്ക്ക് അവിടെ ഭയങ്കര റിലാക്സേഷനാണ്. അപ്പം പിന്നെ വൈകിട്ടേ വരുള്ളൂ കേട്ടോ അമ്പലത്തിൽ നിന്ന്. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് അമ്മമ്മ ഇങ്ങനെ തന്നെയായിരിക്കും, രാവിലെ പോയി ഇനി വൈകിട്ട് അമ്മമ്മേനെ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാനിതാ വേഗം കുളിക്കാൻ വേണ്ടി കയറിയിട്ടോ, മാമിക്കുട്ടീനെയും പിടിച്ച് ഞാനും പിടിച്ച് ഉള്ളിലേക്ക് അങ്ങ് കയറി കുളിച്ച് വന്നു. കുളിച്ച് വന്നപ്പോൾ ഞാൻ വേഗം ഭസ്മൊക്കെ തൊടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഈ കിലുങ്ങുന്ന മണി പോലത്തെ സംഭവമുണ്ട്, അതൊക്കെ മാമിക്കുട്ടി ഇങ്ങനെ കിലുക്കി കളിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ഞാൻ തപ്പി കിച്ചണിലെത്തിയപ്പോൾ അമ്മ മാമിക്കുട്ടിക്ക് വേണ്ടി കഞ്ഞിയിൽ ഇത് ഉപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊടിയരീൻ്റെ കഞ്ഞി. രാവിലെ തന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റിന് സാധനങ്ങളൊക്കെ കഴിക്കാൻ വലിയ മടി, അപ്പോൾ പിന്നെ കഞ്ഞിയൊക്കെ കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സ്പെഷ്യലായിരുന്നു, നമ്മുടെ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് കയ്യിൽ എന്തോ റെഡ് കളർ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എവിടെയും മുറിഞ്ഞോ ചോര വന്നതാണെന്ന്. പിന്നെയാണ് അമ്മ പറഞ്ഞത് അമ്മ അവിടെ അനാറ് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അനാറിന് വന്ന ആ ഒരു കളറാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയിണ്ടായിരുന്നേ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദോശ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് മാമിക്കുട്ടിനെ ഞാൻ അവിടെ പിടിച്ചിരുത്തിയായിരുന്നല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ മാമിക്കുട്ടി വീണ്ടും ഉമ്മറത്തേക്കൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ വിളിച്ചപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഞാൻ അമ്മച്ചിൻ്റെ കൂടെ കളിക്കല്ലേ, അമ്മ എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കഴിക്കാൻ വേണ്ടി ഇരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ ഒരു ചടങ്ങ് തന്നെയാണ്. ഇതാ മാമിക്കുട്ടിക്ക് സ്പെഷ്യൽ പ്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മെല്ലെ എൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വലിയ താല്പര്യമൊന്നുമില്ല, അതാ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, മുഖത്ത് ദോശ കണ്ടപ്പോഴുള്ള എക്സ്പ്രഷൻ കണ്ടല്ലോ. ഇതിനി വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു, ഒന്നും പറയണ്ട. പിന്നെ മുടി ഉണങ്ങാത്തതുകൊണ്ട് ഞാൻ കെട്ടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മ വേഗം സാമ്പാറൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അത് നല്ല സ്പെഷ്യലായിരുന്നു ആക്ച്വലി, സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഫുഡ് തന്നെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് പണിയൊക്കെ എടുക്കാൻ കുറച്ചൊരു മടിയാണ് കേട്ടോ. പിന്നെ അമ്മ എന്നെ നന്നായിട്ട് പാമ്പർ ചെയ്യും, ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പം എനിക്ക് കുറച്ച് മടിയൊക്കെ പിടിക്കും കേട്ടോ ഇടയ്ക്ക്. എന്തായാലും ഞാൻ അത് ദോശയും സാമ്പാറും പിന്നെ അമ്മയോട് പറയും അമ്മ എനിക്ക് ചട്നി തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ വേഗം എനിക്ക് ചട്നിയും കൊണ്ട് തന്നു കേട്ടോ. പിന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ. ഞാൻ മാത്രമേ കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഞാൻ മാത്രം കഴിക്കുന്നത് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വിചാരിക്കരുത് അവരാരും കഴിക്കാണ്ട് ഞാൻ കഴിക്കാമെന്ന്, ഒരിക്കലല്ല മക്കളെ. ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നല്ല ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ സുഖസുന്ദരമായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ അമ്മേനോട് രണ്ട് കോമഡിയൊക്കെ ഇടയിൽ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇരുന്നു കേട്ടോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. പിന്നെ ഞാൻ എന്താ മാമിക്കുട്ടിയുടെ വൻ ടാസ്കിനായിട്ടുള്ളൊരു പോക്കിലാണ്. കയ്യിലുള്ള സാധനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, കഞ്ഞിയാണ് മക്കളെ. ഇനി ഇതെപ്പോൾ കഴിച്ചു തീരും എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടാണ് കേട്ടോ. എന്തായാലും മാമിക്കുട്ടിക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആക്കിയിടുന്നതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. പക്ഷേ അതിനിടയിലാണ് ഗേറ്റിൽ എന്തോ ഒരു ഒച്ച കേട്ടിട്ട് ഞാൻ നോക്കിയത്. അപ്പം ഗേറ്റിൽ ആരോ ഒരു പോസ്റ്റ് വിമൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു അമ്മയ്ക്ക് എന്തോ ഒരു സ്പീഡ് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് അവരോടൊക്കെ കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ മാമിക്കുട്ടിയുടെ കഞ്ഞി കൂടി ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ആവുകയും ചെയ്തേ. എന്താ സുഖം മാമിക്കുട്ടിക്ക്, എൻ്റെ പൊന്നു മക്കളെ. അവളെ കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൻ ടാസ്ക് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു അമ്മമാരാണ് ഇത് കാണുന്നതെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. പക്ഷേ മാമിക്കുട്ടിക്ക് കഞ്ഞി വലിയ കുഴപ്പമില്ലാണ്ട് പിന്നെയും കഴിക്കും. ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് കഴിക്കാൻ 36ക്ക് ഭയങ്കര മടി കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട് ഇതാ ഡ്രസ്സിലൊന്നും ആക്കല്ലേ എന്നൊക്കെ, പക്ഷെ എന്നാലും ഇതാ ഒറ്റയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സിലൊക്കെ ആക്കുമായിരുന്നു കേട്ടോ മാഡം. അപ്പോൾ പിന്നെ അമ്മ ഇതാ ഉമ്മർത്ത് വന്നിട്ട് ആ അമ്മയ്ക്ക് വന്ന് സ്പീഡ് പോസ്റ്റ് ഒക്കെ എടുത്ത് വായിക്കുകയായിരുന്നു. പപ്പേനെയോ? പപ്പ ഇവിടെ ഇല്ലല്ലോ, പപ്പ ഡൽഹിയിലല്ലേ ഉള്ളത്. പിന്നെ ഞാൻ കുറച്ചൊരു മാമിക്കുട്ടീൻ്റെ പപ്പേനെ ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇതാ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സോയാ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ നമ്മുടെ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട്,
അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനും അമ്മയ്ക്കും മാമിക്കുട്ടിക്കും ഒക്കെ ഇതാ നല്ല സോയാ ചില്ലിയൊക്കെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഈ റെസിപ്പി ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഷോർട്സിൻ്റെ. അത് കണ്ടു നോക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പറ്റുകയാണെങ്കിൽ. വാമിക്കുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നെ ഇതാ ഈ സോയാ ചില്ലിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും ഞാനും എല്ലാവരും ഇരുന്നു. അപ്പം ഇന്നത്തെ ഉപ്പേരി ആക്ച്വലി നമ്മുടെ കൈപ്പക്കയുടെ ഉപ്പേരിയാണ് കേട്ടോ. പണ്ടൊന്നും ഞാൻ തൊട്ടുപോലും നോക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ എന്താണെന്നറിയില്ല, എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ തള്ളവൈ പഠിച്ചതാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ പച്ചക്കറിയായിട്ട് എന്തോ മത്തൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ സോയയുടെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതുമില്ലേ, അതും എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല? നോൺ വെജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ വൃശ്ചികം നോറ്റിട്ടുണ്ട് 41 ദിവസത്തെ വ്രതം. അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സോയാബീനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ചു. മാമിക്കുട്ടിക്ക് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾ പപ്പടം കഴിച്ചാണ് വയറ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഇരുന്നാൽ ആൾ കഴിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് വേണം ഇനി മാമിക്കുട്ടിനെ കഴിപ്പിക്കാൻ. ഞാൻ പല പരിശ്രമങ്ങളും നടത്തി നോക്കി. എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ ബീച്ചിൽ കൊണ്ടുപോവാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, മുട്ടായി വാങ്ങിത്തരാം, പലതും പറഞ്ഞു നോക്കി. മേഡം അനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടി വിയും ഫോണൊന്നും കാണിച്ചിട്ട് ഫുഡ് കൊടുക്കാറില്ല കേട്ടോ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുള്ളത് അങ്ങനെയാണ്, അങ്ങനെ കാണിക്കാണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അങ്ങനെ ഒരു ടി വി ഒക്കെ കണ്ട് കൊടുക്കേണ്ടെന്നാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഇതുവരെയുള്ള പ്ലാന് വലിയ കുഴപ്പമില്ലാണ് മുന്നോട്ട് പോയി. ഇനി അങ്ങോട്ട് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും അമ്മയും അച്ഛനും ഞാനും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അമ്മമ്മയ്ക്ക് പിന്നെ അവിടെ അമ്പലത്തിൽ ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ഫുൾ ബിസിയാണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് അമ്മമ്മേനെ എൻ്റെ കയ്യിൽ കിട്ടില്ല. കാരണം അമ്മമ്മ അമ്പലത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഭയങ്കര ബിസിയാണ്. അല്ലെങ്കിൽ അമ്മമ്മയും കൂടെ ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വാമിക്കുട്ടി ഞാൻ ഫുഡ് തരാണ്ടിരിക്കാൻ വേണ്ടി ഓടിയൊക്കെ കളിക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ വാമിക്കുട്ടിയും കൊണ്ട് പുറത്തെത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ കണ്ട് വാമിക്കുട്ടി കഴിക്കും കേട്ടോ. മെയിനായിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അതിനെയായിരുന്നു ഞാൻ അന്വേഷിച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ പൂച്ചക്കുട്ടീനെ കണ്ടു കഴിയുമ്പോൾ വാമിക്കുട്ടിക്ക് കഴിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ ഈശ്വര എവിടെന്നെങ്കിലും ഒരു പൂച്ച വരണേന്നൊക്കെ എന്നൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വന്നു മക്കളെ. ഒരുപാട് ഞാനിങ്ങനെ വിളിച്ച ശേഷമാണ് കേട്ടോ പൂച്ച വന്നത്. അപ്പം വാമിക്കുട്ടി പിന്നെ പൂച്ചേൻ്റെ വയ്യാലുള്ള ഓട്ടമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പൂച്ചേനെ കണ്ടപ്പോൾ. പൂച്ചക്ക് വിശക്കുണ്ടോ? ഓക്കേ. ചോറോ? ഓ കൊടുക്കാം. പൂച്ചക്ക് വേണ്ട അത്രേ. പല്ല് കണ്ടു. ബിഗ് പല്ലേ? അമ്മോ, അതെന്താ വെച്ചാ? അതെന്താ സൗണ്ട് വരണേ? കാക്ക. ഓക്കെ. കുയിലോ? ആ ഓക്കെ. അമ്മ പകുതി അമ്മയ്ക്ക് പറയണത് മനസ്സിലാവില്ല കേട്ടോ കുഞ്ഞാ. എന്താ പറയണേ? പാവം പൂച്ചതാ ഇവിടെ ഇരിക്കണ്ടല്ലോ. പൂച്ച കടിക്കട്ടോ കുഞ്ഞാ. പേരോ പൂച്ചേന്റെയോ? കറുമ്പി പൂച്ച.
പൂച്ചേൻ്റെ കളർ എന്താ വാവേ? ആ ബ്ലാക്ക് കളർ കേട്ടോ. പൂച്ചേൻ്റെ കളർ എന്താ? ബ്ലാക്ക്. അമ്മേൻ്റെ കളർ, അമ്മേൻ്റെ ഡ്രസ്സിൻ്റെ കളറോ? അമ്മേൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ബ്ലാക്ക്. കണ്ടോ കണ്ടോ പൂച്ച മരത്തിൽ അമ്പോ അമ്പോ അമ്പോ. കുഞ്ഞിന്റെ അമ്മ വന്നോ? ആ ബേബിനെ കാണാൻ പോവാ. പൂച്ചന്റെ ബേബിയാണ് അത് കേട്ടോ. കണ്ടോ? അങ്ങനെ പിന്നെ വാമിക്കുട്ടീൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും വാമിക്കുട്ടിയും ഒന്ന് ചെറിയ നാപ്പ് എടുത്തു കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ നയൻതാരയുടെ ഒരു ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ചേരം ഇരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ഇമോഷണലായിട്ട് അത് കണ്ടപ്പം എന്താണെന്നറിയില്ല, ഒരു ആ ലേഡീനോട് എനിക്ക് ഒരു സ്നേഹവും റെസ്പെക്റ്റൊക്കെ തോന്നി കേട്ടോ. അവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ വന്ന് അവരൊരു ഗോൾ അച്ചീവ് ചെയ്തൊരു സ്ത്രീയല്ലേ. എനിക്ക് അവരോട് ഭയങ്കര ഒരു എന്താ പറയില്ല, ഒരു ഇൻസ്പയറിങ് ഫീലിംഗ് വന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവുകയും ചെയ്തു കേട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ ഇതാ വാമിക്കുട്ടിക്ക് വൈകുന്നേരം ഞാനിങ്ങനെ മുട്ട ഇങ്ങനെ പൊരിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. കാരണം മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാൻ ആൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ മുട്ട ഇതാ പൊരിച്ചു കൊടുത്തിട്ട് അത് കഴിപ്പിക്കാൻ നോക്കി. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു, വല്ലാണ്ടൊന്നും കഴിച്ചു, ഇങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ കൂടെ ഒരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു കേട്ടോ. പാല് പിന്നെ വാമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. മുട്ട കഴിക്കാനൊക്കെ വലിയ മടി തന്നെയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ ഞാൻ കഴിപ്പിച്ചെടുക്കാറാണ് പതിവ്. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് അമ്മമ്മ അമ്പലത്തിൽ നിന്ന് വന്നു കേട്ടോ. പിന്നെ അമ്മമ്മയാണ് ഇവിടെ വിളക്കൊക്കെ വെക്കാറ് കേട്ടോ. അപ്പം അമ്മമ്മ വെച്ചാലാണ് ഈ വീടിനൊരു ഐശ്വര്യം കിട്ടുക സത്യം പറഞ്ഞാൽ. അപ്പം അമ്മമ്മ അതാ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ വാമിക്കുട്ടി അതൊക്കെ നോക്കി നിൽക്കുകയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇടയിൽ കൂടെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ വാമിക്കുട്ടിൻ്റെ മുടിയൊക്കെ അവൾക്ക് കെട്ടിക്കൊടുത്തതെല്ലാം അവൾ അഴിച്ചു ഊരിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഒന്നും കൂടെ വാമിക്കുട്ടിൻ്റെ മുടിയൊക്കെ കെട്ടാൻ ശ്രമിക്കുകയാണ് കേട്ടോ. വാമിക്കുട്ടി ഒരു വിധത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ ചെയ്യുക, ഒരു വിധത്തിലും പറഞ്ഞാൽ അനുസരിക്കാത്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വാമിക്കുട്ടി കേട്ടോ. അതാ ചെയറൊക്കെ കണ്ടില്ലേ പിടിച്ചിട്ടത്. വലിയ വികൃതിനെയാണ് കേട്ടോ ആളെ കൊണ്ട്. അത് കഴിഞ്ഞ് മെല്ലെ അവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ നോക്കുക കേട്ടോ, മുടി കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എസ്കേപ്പ് അടിച്ച് ലാസ്റ്റ് TV റൂമിലെത്തി. പിന്നെ അമ്മ ഒരു വിധത്തിൽ അവിടുന്നും പിന്നെ കെട്ടാൻ ശ്രമിക്കുന്ന രംഗാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താ ചെയ്യുക, നിങ്ങളുടെ വീട്ടിലെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കുസൃതിയാണോ? പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? മക്കളായാൽ കുറച്ച് കുസൃതിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ഒരു സുഖം. ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞ് വീഡിയോ ഒക്കെ കാണുമ്പോഴായിരിക്കും മാമിക്കുട്ടി ഞെട്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിച്ചേന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം വീട്ടിലെത്തിയോണ്ട് പിന്നെ അമ്മ വയ്യാതെ നടന്നോളൂ കേട്ടോ മാമിക്കുട്ടീൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പം അമ്മ പറഞ്ഞു നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. പിന്നെ സോയാബീൻ്റെ ആ ഒരു ഇതില്ലേ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു വേണ്ടടാ, ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ പിന്നെ ഇതാ അമ്മമ്മ ഗോതമ്പ് ദോശ വാമിക്കുട്ടിക്ക് കൊടുക്കാനുള്ള പല പരിപാടികളും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ പൂട്ടിയിട്ട് കഴിക്കുമെന്നൊക്കെ വേണ്ടിയിട്ട്. വാമിക്കുട്ടി പക്ഷേ അമ്മമ്മേനെയും പറ്റിച്ചിട്ട് എൻ്റെ കയ്യിലായിട്ട് കൊണ്ടുവന്നത് ഒന്നും പറയണ്ട. അമ്മമ്മ സീരിയലൊക്കെ കാണാതിരുന്നായിരുന്നു. അമ്മമ്മേനെ സീരിയലൊന്നും കാണാൻ മാമിക്കുട്ടി സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇതാ ഗോതമ്പ് ദോശയ്ക്ക് ആ പ്ലേറ്റിൽ തന്നെ വാമിക്കുട്ടി കൊണ്ടുവച്ച് അമ്മമ്മേനെ പറ്റിക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ പിന്നെ കൊടുക്കേണ്ടി വന്നു കേട്ടോ, ദോശയൊന്നും കഴിക്കാത്തതുകൊണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കളികളിലായിരുന്നു വാമിക്കുട്ടി. പിന്നെ ഞാനും അങ്ങനെ അതേപോലെ കഴിക്കാനിരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഡിന്നർ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം ഞാനും ഗോതമ്പ് ദോശയാണ് കേട്ടോ കഴിച്ചത്. കൂടുതൽ സോയേൻ്റെ ചങ്ക്സിൻ്റെ ആ ഒരു ഇതും നമ്മുടെ എന്തായിരുന്നു അതിന് പറഞ്ഞു, ഞാൻ എന്തായിരുന്നു ഉണ്ടാക്കിയത് മക്കളെ, ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ പേര്. ഓക്കെ സോറി സോയാ ചില്ലി. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാനും കഴിക്കാനായിരുന്നു കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്ക് ഓരോ കഥകളൊക്കെ പറയാണ്ടായിരുന്നു, അമ്പലത്തിൽ പോയതും വന്നതും അവിടെ കണ്ട ആൾക്കാരുടെ കഥകളൊക്കെ. പിന്നെ ഞാൻ കുറേ നേരം അതൊക്കെ കേട്ടിരുന്നു കേട്ടോ. അവരെ കേൾക്കാനും വേണ്ടേ കുറേ ആൾക്കാർ. അപ്പോൾ അമ്മമ്മേൻ്റെ ഓരോ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കുറേ നേരം അമ്മമ്മേനോട് സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതാ
നല്ല രാത്രിയായി, ഇനിയിപ്പോൾ കിടക്കാനുള്ള സമയമായി. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വാമിക്കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇതാ കുറച്ച് മുന്തിരിയൊക്കെ വായിലിട്ട് കൊടുക്കുക കേട്ടോ വാമിക്കുട്ടി. പിന്നെ എല്ലാവരുടെയും ഡിന്നറൊക്കെ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് കിടക്കാറായപ്പോൾ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് വാമിക്കുട്ടി കിടക്കാൻ പോവാ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഡിയേഴ്സ്.